ഹലോ. അപ്പോൾ ഇന്ന് ശാലിൻ്റെ വീട്ടിലാണ്. രണ്ടാമത്തെ ദിവസം അല്ലേ? പറഞ്ഞു വിടുന്ന ദിവസം. അപ്പോൾ ഉറക്കത്തിൽ നിന്നൊക്കെ എണീറ്റ് പല്ലൊക്കെ തേച്ച് ലിസ്റ്റിക്കൊക്കെ ഇട്ട് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ്. വിശക്കണുണ്ട്, പക്ഷെ എനിക്ക് നല്ല ഉറക്കം വന്നിട്ടുണ്ട്. കാരണം ഇന്നലെ രാത്രി 3 മണിയാകുമ്പോഴത്തേനും കിടന്ന് പക്ഷെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. എന്തൊക്കെയോ പറഞ്ഞ് എന്തൊക്കെയോ കാണിച്ച് അല്ല കുറ്റവും കുറവൊക്കെ പറഞ്ഞ്. പിന്നെ ഇവിടെ പുതപ്പ് ഉണ്ടായിരുന്നില്ല. അപ്പൊ പുതപ്പില്ലാത്ത കൊണ്ട് എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായില്ല. പിന്നെ ഒരു 6 മണിയായപ്പോ ശാലി പോയിട്ട് എവിടെന്നോ പോയിട്ട് പുതപ്പൊക്കെ ഒപ്പിച്ചോണ്ട് വന്നു. എന്നിട്ടാ പിന്നെ ഒന്ന് കിടന്നിട്ട് ആ പുതപ്പിന് ഞാനും സജന ഇടിയായിരുന്നു. അവൾ അങ്ങോട്ട് വലിക്കും, ഞാൻ ഇങ്ങോട്ട് വലിക്കും. ഇവൾക്ക് പിന്നെ പുതപ്പൊന്നും വേണ്ടാത്ത കൊണ്ട് ഇവള് ഏരിയയിൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെ ആയിരുന്നു. സജന ബാത്റൂമിൽ നിന്നൊക്കെ ഇറങ്ങി വരുന്നുണ്ട് ഗൈസ്. നീ വെള്ളം ഒരുക്കമൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഉച്ചക്ക് പോകും. ഞാൻ വൈകിട്ട് പോകുള്ളൂ. അപ്പം തന്നെ പോകുന്നില്ല നമ്മളെ ഇപ്പൊ നാസ്തയിച്ചിട്ട് ചോറ് വിട്ടാ സ്പെഷ്യലി മേടി ചോറൊക്കെ റെഡി ആക്കിയത്. ഓക്കെ, എന്താണ് ചോറ്? ചോറ് ബിരിയാണി ഉണ്ട്, ഇറച്ചിച്ചോറുണ്ട്. ലാസ്റ്റ് മണിപ്പുട്ടുണ്ട്, ഇറച്ചിക്കറി ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഫുഡിന്റെ കുറക്കാൻ വന്നിട്ട് വയ്യ സത്യമായിട്ട്. എന്റെ കണ്ണ് തുറയണില്ല. പിന്നെ ഞാൻ ഇനി എന്തായാലും ഫുഡ് കഴിക്കാൻ പോണത് കാണിച്ചു തരാം. ഞാൻ കാണിച്ചു കൊടുക്കും. വേണം. ചെറിയൊരു പനിന്റെ ഫീല് കിട്ടുന്നുണ്ടെന്ന്. പിന്നെ ഒരു അവസാനമില്ല. എപ്പ കുളിച്ച് കണ്ടില്ലേ? അവള് വന്നതേ വീട്ടിൽ പോവാനാണ്. നീ എന്തിനാ വന്നേ? ഡോറന്റെ ബാക്ക് പാക്ക്, സച്ചിനാന്റെ ബാക്ക് പാക്ക് എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല. ഞാൻ കാണിച്ചു തന്നേന്. കാണിച്ചു തരാൻ എന്നെ വാശി പിടിപ്പിച്ചാൽ ഞാൻ കാണിക്കും. ഓക്കെ ഗൈസ്, ഞാൻ ഫുഡ് കഴിക്കാൻ പോകുമ്പോ കാണിച്ചു തരാം. ഫുഡ് ഓക്കെ ഗൈസ്. അപ്പോ ഷെർബിന് ഇന്നലെ പോയി. ഇന്ന് ഇപ്പൊ എത്ര മണിയായി? 1:30 സമയം 1 മണി കഴിഞ്ഞു. 32 അപ്പൊ നമ്മുടെ സജിനയും തിരിച്ച് വീട്ടിലോട്ട് പോണേണ്. നമ്മുടെ 10ാം ക്ലാസ് 10 തൊട്ടിട്ടുള്ള പ്ലാനിങ് ആയിരുന്നു. ഏതെങ്കിലും ഒരു ദിവസം ആരെങ്കിലും വീട്ടിൽ കൂടണം. LKG മുതൽ കൂടെ ഉണ്ടായിട്ടും ഇപ്പൊ ഡിഗ്രി കഴിയാറായപ്പോഴാണ് നമുക്ക് അതൊക്കെ സാധിച്ചത്. 17 കൊല്ലത്തിന് ശേഷം. ഇപ്പൊ കേറിയിട്ടല്ലേ ഉള്ളൂ. 17 കൊല്ലത്തിന് ശേഷം 17 വർഷങ്ങൾക്ക് ശേഷമാണ് നമുക്കിപ്പോ അതൊക്കെ സാധിച്ചത്. ബിക്കോസ് നമ്മൾ വലുതായി ഗൈസ്. അപ്പൊ സജിന തിരിച്ച് വീട്ടിലോട്ട് പോകണേ. എനിക്ക് സാലിയൊക്കെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. കുറച്ച് മാരേജ് ഷോപ്പിംഗ്സ് ഒക്കെ ഉണ്ട്. വഴിയെ പറയാം. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടി പോകണം. കുറച്ച് റെന്റൽ ഷോപ്സിലൊക്കെ ഒന്ന് പോയിട്ട് അന്വേഷിക്കണം. കുറച്ച് കലാപരിപാടികൾ വഴിയെ വരുന്നതാണ് ഗൈസ്. ഇവിടെ നോക്കി പറയൂ സോലിയ, വൈ ആർ യു ലൈക്ക് ദിസ്? ക്യാമറ മാറ്റുമ്പോൾ മാത്രമുള്ള എന്തെങ്കിലും വരുള്ളൂ. ഓക്കെ, അപ്പോൾ സച്ചിന, താങ്കൾക്ക് പറയാൻ എന്താ എക്സ്പീരിയൻസ് ഇന്നത്തേക്കായിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നു. കൊറേ കുറ്റവും കുറവുകളും പിന്നെന്താ പറയാ സാറ്, കൊറേ കുശുമ്പും
അങ്ങനെയൊക്കെ നമുക്ക് കുറേ പറയാൻ പറ്റും. പിന്നെ കുറേ നഗ്ന സത്യങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്ത് അതൊന്നും എനിക്ക് പറയാൻ പറ്റൂല നിങ്ങളോട്. പുറത്തറിയാൻ പറ്റൂല, പുറത്ത് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ കയറ്റൂല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ സജ്ജാനെ ബസ് കയറ്റി സജ്ജാനെ ബസ് കയറ്റി വിട്ടിട്ട് വരാം. ബൈ 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 പറ ബൈ പറ ബൈ ബൈ. ഹലോ. അപ്പോൾ നമ്മൾ ഇന്ന് എവിടെ പോകണതാണ്? നമ്മൾ ഇന്നൊരു ചെറിയൊരു ഈവനിങ് വാക്കിന് ഇറങ്ങിയതാണ്. ബീച്ചിലോട്ടാണ് നമ്മൾ പോണത്. ഓക്കെ, നമ്മൾ ബസ് കയറി. ഇപ്പോൾ ബസ് ഇറങ്ങി കുന്നുംപുറത്ത് കൂടി ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. സാലി എൻ്റെ ഫ്രണ്ടിലുണ്ട്. ഇങ്ങോട്ട് വാ, ഞാൻ അങ്ങോട്ട് വന്നു. ഇവിടെ സാലിയുണ്ട്. നമുക്ക് ഇവിടെ കുറച്ച് പരിപാടി ഉണ്ട്, വേറെ ഒന്നുമില്ല. നമുക്ക് ഒരു റെൻ്റൽ ഷോപ്പിൽ പോകണം. കുറച്ച് സാധനങ്ങളൊക്കെ നോക്കാനുണ്ട്. ഞാൻ പറഞ്ഞില്ല, മാരേജിൻ്റെ ചെറിയൊരു പ്രിപ്പറേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പം അതിന് നോക്കാൻ വേണ്ടി പോകണം. സാലി ഇവിടെ കൊടയൊക്കെ പിടിച്ച് നടക്കണുണ്ട്. സ്കിൻ കെയർ ആണെന്നൊക്കെ പറയണം. ഞാൻ പിന്നെ സൺസ്ക്രീനൊക്കെ ഇട്ട് ഫുൾ സെറ്റായിട്ടുള്ളതുകൊണ്ടിട്ട് മിക്കവാറും തലയങ്ങത്തി വീഴും. ഗൈസ്, നമ്മൾ ബീച്ചിൽ വന്നിട്ടുണ്ട്. ബീച്ചിൽ നല്ല വെയിലുണ്ട്. പിന്നെ കുറേ ബംഗാളികളും ആരാണ്ടൊക്കെ ഉണ്ട് ഇവിടെ. വിഷയം നമുക്ക് ഇരിക്കാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളൊരു സ്ഥലം കണ്ട് അവിടെ ഇരിക്കാൻ വേണ്ടി പോയപ്പോൾ തന്നെ വേറെ ആൾക്കാർ വന്നിരുന്നു. നമ്മളത് മാറിക്കൊടുത്ത് അവരിരുന്നോട്ടെ വിചാരിച്ചിട്ട്. പിന്നെ അവരെണീറ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ നമുക്ക് അവിടെ തന്നെ പോയിരിക്കാൻ പറഞ്ഞ് ചെന്നപ്പോൾ പിന്നെ വേറെ കുറച്ച് പിള്ളേർ കയറിയിരുന്നു. അപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. ഇരിക്കാൻ സീറ്റ് കിട്ടിയില്ല. എന്നിട്ട് ഇപ്പോൾ ഒരു മരത്തിൻ്റെ അടിയിൽ വന്നിരിക്കണം. ഇത്രയും കുറേ ബംഗാളികളൊക്കെ ഉണ്ട്. ക്ഷീണിച്ചു ഗൈസ്. യെസ്, എൻ്റെ കാലൊക്കെ പൊട്ടി. കാല് കാണിച്ചു തരാൻ പറ്റണില്ല, അല്ലെങ്കിൽ കാണിച്ചു തന്നില്ല. കൂൾ വെതർ ഗൈസ്, കുറച്ച് വെയിലുണ്ടെന്നുള്ളൂ. യെസ്, ബാക്കിയെല്ലാം നമുക്ക് സഹിക്കാവുന്നതാണ്. പക്ഷെ ഇവിടുത്തെ ആ ക്രൗഡ് സഹിക്കാൻ പറ്റുള്ള. നമ്മുടെ ജ്വല്ലറി ഷോപ്പ് നമ്മൾ കാണിച്ചു തന്നില്ല, അത് സസ്പെൻസാണ്. ജ്വല്ലറീസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഒരു 3-4 മാസത്തിനുള്ളിൽ ഇങ്ങനെ മുൻപിൽ. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ ഇരുന്ന് കാറ്റൊക്കെ കൊണ്ട് നേരെ ഞങ്ങൾ മറ്റേ സ്പ്രിങ് പൊട്ടാറ്റോവും പിന്നെ കോണ് ഇതൊക്കെ വാങ്ങി കഴിച്ച്. മെയിൻ സാധനം കൊണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ കോണ്. പിന്നെ കുറച്ച് നേരം അവിടെ വെള്ളമൊക്കെ നോക്കിയിരുന്ന് ആ ലൈറ്റ്സൊക്കെ കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ പിന്നെ പാർക്കിലും കൂടി കയറി അവിടെയും കൂടി ഒന്ന് കറങ്ങിയിട്ട് നേരെ ഒരു സാധനപ്പം വാങ്ങിയിട്ട് ഡയറക്റ്റ് വീട്ടിലോട്ട് പോയിട്ടാണ്. അത് കഴിഞ്ഞ് ഞാൻ സാലിൻ്റെ വീട്ടിൽ നിന്ന് നേരെ ഒരു ഓട്ടോ പിടിച്ച് ഞാൻ എൻ്റെ വീട്ടിലോട്ടും പോയി. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ബൈ.